Next is theorem 40, Eisenstein's criterion. Eisenstein's criterion വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സ്റ്റേറ്റ് ആൻഡ് ഐസൻസ്റ്റൈൻസ് ക്രൈറ്റീരിയൻ എന്ന് പറയാം. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആകുന്നിരിക്കണം. ഇത് വെച്ച് പ്രോബ്ലംസും ചെയ്യാനുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് റൈസ് ടു എൻ എലമെൻറ്റ് ഓഫ് സെഡ് ഓഫ് എക്സ്. സോ നമ്മൾ ഇൻഡിജേഴ്സ് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നൊരു പോളിനോമിയൽ എടുക്കുന്നു. ഇഫ് ദർ ഇസ് എ പ്രൈം പി ഡിവൈഡിങ് എ ഐ ഫോർ ഓൾ ഐ ലെസ് ദാൻ എൻ ബട്ട് വിത്ത് പി നോട്ട് ഡിവൈഡിങ് എ എൻ. അതായത് പി എന്ന് പറയുന്നൊരു പ്രൈം നമ്പർ ഇതിൻ്റെ എല്ലാ കോഎഫിഷ്യൻറ്റിനെയും ഡിവൈഡ് ചെയ്യും. എ എൻ, എ വൺ, എ നോട്ട്, എ വൺ, എ ടു എക്സെട്ര എ എൻ മൈനസ് വൺ വരെയുള്ള കോഎഫിഷ്യൻറ്റിനെ ഡിവൈഡ് ചെയ്യും. പി ഡിവൈഡ്സ് എ ഐ ഫോർ ഓൾ ഐ ലെസ് ദാൻ എൻ. അതായത് ലീഡിങ് കോഎഫിഷ്യൻറ്റിനെ ഒഴിച്ച്, അതായത് ഹയസ്റ്റ് പവറിൻ്റെ കോഎഫിഷ്യൻ്റാണ് എൻ, അതിനെ ഒഴിച്ച് ബാക്കി എല്ലാ കോഎഫിഷ്യൻസിനെയും ഈ പി ഡിവൈഡ് ചെയ്യും. എന്നാൽ പി എ എന്നെ മാത്രം ഡിവൈഡ് ചെയ്യില്ല. പി നോട്ട് ഡിവൈഡിങ് എ എൻ ആൻഡ് പി സ്ക്വയർ നോട്ട് ഡിവൈഡിങ് എ നോട്ട്. പി എന്നെയും ഡിവൈഡ് ചെയ്യില്ല, പി സ്ക്വയർ ഉണ്ട് എ നോട്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ കോഎഫിഷ്യൻസിനെയും പി വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ അങ്ങനെ ആണെങ്കിൽ ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഇൻ ക്യൂ ഓഫ് എക്സ്. നമ്മളിവിടെ എടുക്കുന്ന കോഎഫിഷ്യൻ്റ് സെഡ് ഓഫ് എക്സിലെ പോളിനോമിയലാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിൽ ഇറഡ്യൂസിബിൾ ആണ്. കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? പി ഡിവൈഡ്സ് എ ഐ ഫോർ ഓൾ ഐ ലെസ് ദാൻ എൻ. ഹയസ്റ്റ് കോഎഫിഷ്യൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും പി ഡിവൈഡ് ചെയ്യും. ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ് എ എൻ. അതേപോലെ പി സ്ക്വയർ ഡസ് നോട്ട് ഡിവൈഡ് എ നോട്ട്. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മളെടുത്ത ആ ഇൻറ്റിജർ കോഎഫിഷ്യൻ്റ് വരുന്ന പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിൽ ഇറഡ്യൂസിബിൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്കൊരു പോളിനോമിയൽ വന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് സെഡ് ഓഫ് എക്സ്. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ടു പോളിനോമിയൽസ് ഇൻ സെഡ് ഓഫ് എക്സ്. എനിക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ഇൻ ക്യൂ ഓഫ് എക്സ് എന്നാണ്. ഇതിന് തൊട്ട് മുമ്പത് തിയറം 39 എന്തായിരുന്നു പറയുന്നത്? ഒരു പോളിനോമിയൽ സെഡ് ഓഫ് എക്സിൽ ഇറഡ്യൂസിബിൾ ആണെങ്കിൽ ആ പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിൽ ഇറഡ്യൂസിബിൾ ആണ്. സോ ഞാനിത് തിയറം 39 ഉപയോഗിച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം പ്രൂവ് ചെയ്യും ഈ പോളിനോമിയൽ സെഡ് ഓഫ് എക്സിൽ ഇറഡ്യൂസിബിൾ ആണ്. അങ്ങനെ ആണെങ്കിൽ തിയറം 39 വെച്ച് എനിക്ക് എന്ത് കിട്ടും? ഈ പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിൽ റെഡ്യൂസിബിൾ ആണ്. സോ സെഡ് ഓഫ് എക്സിൽ റെഡ്യൂസിബിൾ അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഇത് സെഡ് ഓഫ് എക്സിൽ റെഡ്യൂസിബിൾ ആണെന്ന് പറഞ്ഞെടുക്കുവാണ്. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ടു പോളിനോമിയൽസ് ഇൻ സെഡ് ഓഫ് എക്സ്. സെഡ് ഓഫ് എക്സിൽ ഈ പോളിനോമിയൽ റെഡ്യൂസിബിൾ ആണെന്ന് പറഞ്ഞെടുക്കുവാണ്. സോ എനിക്ക് പ്രൂഫ് എഴുതി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് എന്ത് പറയാം? ഇങ്ങനെ സെഡ് ഓഫ് എക്സിന് ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല, അതുകൊണ്ട് സെഡ് ഓഫ് എക്സിൽ ഈ പോളിനോമിയൽ റെഡ്യൂസിബിൾ എന്ന് കിട്ടും. ഓക്കെ, സോ ആ രീതിയിലാണ് ഇത് പോകുന്നത്. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ടു പോളിനോമിയൽസ് ഇൻ സെഡ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്ന് എടുക്കുകയാണ്. സോ ജി ഓഫ് എക്സിൻ്റെ എച്ച് ഓഫ് എക്സിൻ്റെ ഡിഗ്രി എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി ആയ എന്നിനേക്കാൾ ചെറുതായിരിക്കും. സോ ജി ഓഫ് എക്സ് ബി നോട്ട് പ്ലസ് ബി വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് ബി എം എക്സ് റൈസ് ടു എം എന്നും എച്ച് ഓഫ് എക്സ് സി നോട്ട് പ്ലസ് സി വൺ എക്സ് പ്ലസ് എക്സെട്ര സി കെ എക്സ് റൈസ് ടു കെ എന്നും എടുക്കുകയാണ്. വേർ ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് സെഡ് ഓഫ് എക്സ്. ഫാക്ടറൈസേഷൻ സെഡ് ഓഫ് എക്സിലാണല്ലോ എന്ന് പറഞ്ഞെടുക്കുന്നത്. ബൈ ഹൈപ്പോത്തസിസ് പി ഡിവൈഡ്സ് എ നോട്ട്. പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സിൽ എന്താണ്? പി എന്ന് പറയുന്നത് എ നോട്ടിനെയും എ വണ്ണിനെയും എ എൻ മൈനസ് വൺ വരെ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യും. സോ പി ഡിവൈഡ്സ് എ നോട്ടാണ് ഇൻ പർട്ടിക്കുലർ. ഇവിടെ എ നോട്ട് കോൺസ്റ്റൻറ്റ് ടേം ഇൻ എഫ് ഓഫ് എക്സ് ആണ് എ നോട്ട്. അതെന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തോ വരിക? ബി നോട്ട് സി നോട്ടാണ് കോൺസ്റ്റൻറ്റ് ടേം. സോ പി ഡിവൈഡ്സ് എ നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി നോട്ട് സി നോട്ട്. ഹെൻസ് ബൈ യൂക്ലിഡ്സ് ലെമ്മ ഇൻ ഇസഡ്. നമ്മൾ ഇതിനകത്ത് യൂക്ലിഡ്സ് ലെമ്മ വന്നപ്പോൾ ഒരു പോളിനോമിയൽ പ്രോഡക്റ്റ് ഓഫ് രണ്ട് പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്താൽ അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ ഡിവൈഡ് ചെയ്യുന്നു. സോ അതേപോലെ ഇൻറ്റിജേഴ്സ് ആണ് ഇവിടെ എ നോട്ടും ബി നോട്ടും, ഇവിടെ ബി നോട്ടും സി നോട്ടും ഒക്കെ. പിയും പ്രൈം നമ്പർ ഒരു ഇൻറ്റിജറാണ്. സോ അതുകൊണ്ട് യൂക്ലിഡ്സ് ലെമ്മ സെഡിലും ഹോൾഡ് ചെയ്യും. സോ പി ഡിവൈഡ്സ് ദിസ് പ്രോഡക്റ്റ് ബി നോട്ട് സി നോട്ട് ആണെങ്കിൽ യൂക്ലിഡ്സ് ലെമ്മ വെച്ച് നമുക്ക് എന്ത് പറയാം? പി ഡിവൈഡ്സ് ഐദർ ബി നോട്ട് ഓർ പി ഡിവൈഡ്സ് സി നോട്ട് ആയിരിക്കും. പക്ഷെ നമുക്ക് ഒരു കണ്ടീഷനും കൂടി ഹൈപ്പോത്തസിസ് തന്നിരിക്കുന്ന മറ്റൊരു കണ്ടീഷൻ എന്താണ്? പി സ്ക്വയർ നോട്ട് ഡിവൈഡിങ് എ നോട്ട്. സോ പി സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനെ ഡിവൈഡ് ചെയ്യില്ല? എ നോട്ടിനെ ഡിവൈഡ് ചെയ്യില്ല. സോ ഓൺലി വൺ ഓഫ് ദം ഈസ് ഡിവിസിബിൾ ബൈ പി. പി സ്ക്വയർ എ നോട്ടിനെ ഡിവൈഡ് ചെയ്യാത്ത കാരണം ഇപ്പോൾ പി എന്ന് പറയുന്നത് ബി നോട്ടിനെയും ഡിവൈഡ് ചെയ്യും, സി നോട്ടിനെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? പി സ്ക്വയർ, പി എന്ന് പറയുന്നത് പ്രൈം നമ്പർ, ബി നോട്ടിനെയും സി നോട്ടിനെയും ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി സ്ക്വയർ. ഈ ബി നോട്ടിലും പിയുടെ ഒരു ഫാക്ടറുണ്ട്, സി നോട്ടിലും പിയുടെ ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ പി സ്ക്വയർ എന്ന് പറയുന്നത് ഈ എ നോട്ടിനെ ഡിവൈഡ് ചെയ്യുമെന്ന് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് പി സ്ക്വയർ ഡസ് നോട്ട് ഡിവൈഡ് എ നോട്ടെന്ന്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കിട്ടിയ പി ഡിവൈഡ്സ് ബി നോട്ട് ഓർ പി ഡിവൈഡ്സ് സി നോട്ട് എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഒൺലി വൺ ഓഫ് ദമേ ഡിവിസിബിൾ ബൈ പി ആകത്തുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമേ ഡിവിസിബിൾ ബൈ പി ആകത്തുള്ളൂ. രണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടും ഡിവിസിബിൾ ബൈ പി ആണെങ്കിൽ പി സ്ക്വയർ ഇസ് ഡിവിസിബിൾ ബൈ പി സ്ക്വയർ ഡിവൈഡ്സ് എ നോട്ട് എന്ന് കിട്ടും. അത് ശരിയല്ല. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണവേ ഡിവൈഡ് ചെയ്യുള്ളൂ. ഞാനത് പി ഡിവൈഡ് സി നോട്ടാന്ന് പറഞ്ഞെടുക്കുകയാണ്. ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ് ബി നോട്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഡിവൈഡ് ചെയ്യുന്നത് സി നോട്ടിനെയാണെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അങ്ങ് അസ്യൂം ചെയ്യുവാണ്. സേ പി ഡിവൈഡ് സി നോട്ട് ബട്ട് പി ഡസ് നോട്ട് ഡിവൈഡ് ബി നോട്ട്.
ദ ലീഡിങ് കോഎഫിഷ്യൻ്റ് എൻ, നമ്മളിപ്പോൾ എ നോട്ട് കോൺസ്റ്റൻറ്റ് ടേം എഴുതിയ പോലെ എഫ് ഓഫ് എക്സിൻ്റെ ലീഡിങ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ എ എൻ ആണ്, എക്സ് റൈസ് ടു എൻ്റെ കോഎഫിഷ്യൻ്റ്. ഇനി നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ലീഡിങ് കോഎഫിഷ്യൻ്റ് എൻ എക്സ് റൈസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ്? ഇവിടുത്തെ ഹയസ്റ്റ് പവേഴ്സ് തമ്മിൽ എക്സ് റൈസ് ടു എമ്മിൻ്റെ കോഎഫിഷ്യൻ്റ് എക്സ് റൈസ് ടു കെയുടെ കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സ് റൈസ് ടു എം പ്ലസ് കെ വരും. അതായിരിക്കും ഈ എം പ്ലസ് കെ എന്ന് പറയുന്നതായിരിക്കും എൻ ഹയസ്റ്റ് ഡിഗ്രി വരുന്നത്. കാരണം ഇവിടുത്തെ ഹയസ്റ്റ് പോളിനോമിയലും ഇവിടുത്തെ ഹയസ്റ്റ് പോളിനോമിയലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി പറഞ്ഞത്. സോ അതിൻ്റെ കോഎഫിഷ്യൻ്റായ എ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോ ദിസ് ബി എം ഇൻറ്റു സി കെ ആയിരിക്കും. സോ എ എൻ ഈസ് ഈക്വൾ ടു ദി ലീഡിങ് കോഎഫിഷ്യൻ്റ് എ എൻ ഈസ് ഈക്വൾ ടു ബി എം ഇൻറ്റു സി കെ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ പി. അത് നമുക്ക് ഈ തിയറത്തിൻ്റെ ഹൈപ്പോത്തസിസ് തന്നെയാണ്. എന്താണ്? പി നോട്ട് ഡിവൈഡിങ് എ എൻ. അതുകൊണ്ട് തന്നെ പി ഡസ് നോട്ട് ഡിവൈഡ് എ എൻ. സോ പി ഡസ് നോട്ട് ഡിവൈഡ് ബോത്ത് ബി എം സി കെ. എ എന്നെ ഡിവൈഡ് ചെയ്യുന്നില്ല പി, അതുകൊണ്ട് തന്നെ എന്താണ് ഈ രണ്ടെണ്ണത്തിനകത്തും പി കാണില്ല. സോ പി ഡസ് നോട്ട് ഡിവൈഡ് ബി എം ആൻഡ് സി കെ. ഇപ്പോൾ നമുക്ക് പി എന്ന് പറയുന്നത് ഡസ് നോട്ട് ഡിവൈഡ് ബി എം ആൻഡ് സി കെ. ഓക്കെ, ഇൻ പർട്ടിക്കുലർ നമ്മൾ നോക്കിയാൽ പി ഡസ് നോട്ട് ഡിവൈഡ് സി കെ എന്ന് കിട്ടിയല്ലോ. സി കെ ഡിവൈഡ് ചെയ്യില്ല. അങ്ങനെ ആണെങ്കിൽ ഞാൻ എടുക്കുന്നു സി ആർ ബി ദ ഫസ്റ്റ് കോഎഫിഷ്യൻ നോട്ട് ഡിവിസിബിൾ ബൈ പി. സി കെ പി ഡിവൈഡ് ചെയ്യില്ല. സോ ഇങ്ങനെ സി നോട്ട് സി വൺ സി ടു എക്സെട്ര ഇങ്ങനെ പോകുന്നതിൽ സി ആർ എന്ന് പറയുന്നതാണ് പി ഡിവൈഡ് ചെയ്യാത്ത ആദ്യത്തെ കോഎഫിഷ്യൻറ്റ് സി ഐസിൽ. സോ സി ആർ ബി ദ ഫസ്റ്റ് കോഎഫിഷ്യൻ നോട്ട് ഡിവിസിബിൾ ബൈ പി. അങ്ങനെ ആണെങ്കിൽ സോ പി ഡിവൈഡ്സ് എന്തായിരിക്കും? അതിന് മുമ്പുള്ള സിയുടെ കോഎഫിഷ്യൻസിനെ എല്ലാം പി ഡിവൈഡ് ചെയ്യും. സോ പി ഡിവൈഡ് സി നോട്ട് സി വൺ എക്സെട്ര സി ആർ മൈനസ് വൺ എന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഈ ആർ നമ്മളിവിടെ ചൂസ് ചെയ്തതുണ്ടല്ലോ, ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ എൻ. എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രിയാണ് എൻ. ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ എൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി ഡിവൈഡ്സ് എ ആർ ആയിരിക്കും ബൈ ഹൈപ്പോത്തസിസ്. ആർ ലെസ് ദാൻ എൻ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി ഹൈപ്പോത്തസിൽ തന്നെ എന്താണ്? പി ഡിവൈഡ്സ് എ എൻ ഫോർ ഓൾ ഐ ലെസ് ദാൻ എൻ. എന്നിനേക്കാൾ ചെറിയ എല്ലാ നമ്പേഴ്സിലും പി ഡിവൈഡ്സ് എ ഐ എന്ന് കിട്ടും. സോ ആർ എന്ന് പറയുന്ന നമ്പർ ലെസ് ദാൻ എൻ ആയതുകൊണ്ട് പി ഡിവൈഡ്സ് എ ആർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ബി നോട്ട് സി ആർ ഇസ് ഈക്വൽ ടു, നമ്മൾ ഈ റിലേഷൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ എ നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിലെ കോൺസ്റ്റൻ്റ് ആവും. അത് നിങ്ങൾ നോക്കിയാൽ അറിയാം എന്താണ്? ബി നോട്ട് ഇൻറ്റു സി നോട്ട്. ഇനി എഫ് ഓഫ് എക്സിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് വരുന്നത് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇവിടെ എ വൺ ആണ്. ആ എ വൺ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇവിടെ എന്തായിരിക്കും? നമ്മൾ നോക്കിയാൽ ബി നോട്ടിനെ സി വൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് വരും. സോ ബി നോട്ട് സി വൺ അതേപോലെ പ്ലസ് ബി വൺ സി നോട്ട്. സോ എ വൺ എന്ന് പറയുന്നത് ബി നോട്ട് സി വൺ പ്ലസ് ബി വൺ സി നോട്ട് വരും. അതേപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എ ടു എന്ന് പറയുന്നത് എന്ത് വരും? ബി നോട്ട് സി ടു പ്ലസ് ബി വൺ സി വൺ പ്ലസ് ബി ടു സി നോട്ട്. അങ്ങനെ ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു ആർ സിമിലർലി ഇങ്ങനെ എഴുതിപ്പോയാൽ എ ആർ എന്ത് വരും? നമ്മളിവിടെ നോക്കിയാൽ മതി. എ ടു ഒക്കെ എഴുതി അതേപോലെ എങ്ങനെ എഴുതാം എ ആറിനെ? ബി നോട്ട് സി ആർ പ്ലസ് ബി വൺ അടുത്ത് എന്ത് വരും? സി ആർ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് അവസാനം എന്ത് വരും? ബി ആർ. ഇവിടെ ബി ടു അല്ലേ വന്നിരിക്കുന്നത്. സോ അതേപോലെ ബി ആർ സി നോട്ട് എന്ന് വരും. സോ അങ്ങനെ ആണെങ്കിൽ ഈ അവസാനം നമ്മൾ ഈ എഴുതിയ റിലേഷനിൽ നിന്ന് എനിക്ക് ബി നോട്ട് സി ആർ, ഈ ഫസ്റ്റ് ടേം ബി നോട്ട് സി ആറിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ ആർ മൈനസ് ഓഫ് ഈ ക്വാണ്ടിറ്റി എ ആർ മൈനസ് ഓഫ് ബി വൺ സി ആർ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് ബി ആർ സി നോട്ട് എന്ന് എഴുതാം. അത് ഡിവിസിബിൾ ബൈ പി ആയിരിക്കും. കാരണം എന്താ? ഈ ബി നോട്ട് സി ആറിൽ ഈ എ ആർ എന്ന് പറയുന്നത് പി ഡിവൈഡ്സ് എ ആർ എന്ന് നമുക്ക് കിട്ടി. അതേപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പി ഡിവൈഡ് സി നോട്ട് സി വൺ എക്സെട്ര സി ആർ മൈനസ് വൺ. സോ ഇതിനകത്തെ എല്ലാ ടേംസിനെയും പി ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബി നോട്ട് സി ആർ ഡിവിസിബിൾ ബൈ പി ആയിരിക്കും. ഹെൻസ് നമുക്ക് കിട്ടി പി ഡിവൈഡ്സ് ബി നോട്ട് സി ആർ, ബട്ട് പി ഡസ് നോട്ട് ഡിവൈഡ് ബി നോട്ട് ആൻഡ് പി ഡസ് നോട്ട് ഡിവൈഡ് സി ആർ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പി ഡസ് നോട്ട് ഡിവൈഡ് ബി നോട്ട് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ എന്താണ്? സി ആർ ആണ് ഫസ്റ്റ് കോഎഫിഷ്യൻ നോട്ട് ഡിവിസിബിൾ ബൈ പി. അതുകൊണ്ട് പി സി ആറിനെയും ഡിവൈഡ് ചെയ്യില്ല. സോ പി ഡസ് നോട്ട് ഡിവൈഡ് ബി നോട്ട് ആണ്, പി ഡസ് നോട്ട് ഡിവൈഡ് സി ആർ ആണ്. സോ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? പി ഡിവൈഡ്സ് ബി നോട്ട് സി ആർ. എന്നാൽ പി ബി നോട്ടിനെ ഡിവൈഡ് ചെയ്യുന്നില്ല, സി ആറിനെയും ഡിവൈഡ് ചെയ്യുന്നില്ല, പക്ഷേ ഈ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വിച്ച് കോൺട്രഡിക്ട്സ് യൂക്ലിഡ്സ് ലെമ്മ. കാരണം യൂക്ലിഡ്സ് ലെമ്മ പറയുന്നത് എന്താണ്? ഒരു പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്താൽ അതിലേതെങ്കിലും ഒരു ഫാക്ടറിനെ ഡിവൈഡ് ചെയ്യണം. സോ യൂക്ലിഡ്സ് ലെമ്മയ്ക്ക് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ കിട്ടിയ കാര്യം. സോ അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മൾ ആർ ലെസ് ദാൻ എൻ എന്ന് എടുത്തപ്പോഴാണ് നമുക്ക് ആ കോൺട്രഡിക്ഷൻ കിട്ടിയത്. അങ്ങനെ ആണെങ്കിൽ എന്തായേ പറ്റൂ? ആർ ഈക്വൽ ടു എൻ ആയേ പറ്റൂ. അതായത് സി എൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ കോഎഫിഷ്യൻറ്റ് നോട്ട് ഡിവിസിബിൾ ബൈ പി എന്ന് പറയുന്നത്. സോ സി എൻ ആണ് ഫസ്റ്റ് കോഎഫിഷ്യൻറ്റ് നോട്ട് ഡിവിസിബിൾ ബൈ പി എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ആണെങ്കിൽ കെ എന്ന് പറയുന്നത് 0 ആയേ പറ്റുള്ളൂ. ഓക്കെ, കെ 0 ആയേ പറ്റൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിക്കോസ് ഇഫ് ആർ ഈക്വൽ ടു എൻ ആണെങ്കിൽ സോ ആർ ഈക്വൽ ടു എൻ ആണെങ്കിൽ കെ ഈക്വൽ ടു 0 ആയേ പറ്റും. അതെന്താണെന്ന് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇഫ് ആർ ഈക്വൽ ടു എൻ ആണെങ്കിൽ നമ്മൾ സി ആർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കോഎഫിഷ്യൻ നോട്ട് ഡിവിസിബിൾ ബൈ പി എടുത്ത്. സോ സി എൻ ആയിരിക്കും ഫസ്റ്റ് കോഎഫിഷ്യൻ നോട്ട് ഡിവിസിബിൾ ബൈ പി. സോ ഈ സി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൽ
Cn വരെ പോവുകയാണെങ്കിൽ n എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സാണ്. അങ്ങനെ ആണെങ്കിൽ എന്താണ് ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് മിനിമം n വേണം എന്ന് കിട്ടും, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം എന്താണ്, ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. കാരണം രണ്ട് സ്മോളർ ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഫ് ഓഫ് എക്സിനെ എഴുതിയത്. സോ അങ്ങനെ ആണെങ്കിൽ പിന്നെ ഈ കെ എന്ന് പറയുന്നത് എന്താണ്, C0 + C1 x + CK x റൈസ് ടു കെ ആ പോളിനോമിയലിൻ്റെ ഡിഗ്രിയാണ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ. ആ ഡിഗ്രി 0 ആയേ പറ്റുള്ളൂ. സോ അതർവൈസ് എന്താണ്, R = n ആകുമ്പോൾ ഇവിടെ Cn വരെ പോകും, അറ്റ്ലീസ്റ്റ് n വരെ പോകും. സോ അങ്ങനെ പോകാൻ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ പോളിനോമിയൽ എന്തായേ പറ്റൂ, കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ആയേ പറ്റുള്ളൂ. ഓക്കെ, സോ അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രി n എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെ എന്തായേ പറ്റൂ, K 0 ആയേ പറ്റൂ, അതായത് എച്ച് ഓഫ് എക്സിൻ്റെ ഡിഗ്രി 0. അപ്പോൾ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണെന്ന് കിട്ടും. സോ നമ്മൾ എഫ് ഓഫ് എക്സ് എഴുതിയ ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ്, അതിൽ എച്ച് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയലിന് കിട്ടിയ എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ഇൻ സെഡ് ഓഫ് എക്സ് അല്ലേ. കാരണം അങ്ങനെ നമ്മൾ എഫ് ഓഫ് എക്സിനെ ഫാക്ടറൈസ് ചെയ്താൽ രണ്ട് ലോഗ് ഡിഗ്രി പോളിനോമിയൽസിനെ പ്രോഡക്റ്റായിട്ട് ഒരിക്കലും എഴുതാൻ സാധിക്കില്ല, അതിലൊരെണ്ണം കോൺസ്റ്റൻറ്റ് പോളിനോമിയലാന്ന് കിട്ടിക്കഴിയുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ അങ്ങനൊരു ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല. സോ എഫ് ഓഫ് എക്സ് എന്താണെന്ന് കിട്ടി, ഇറഡ്യൂസിബിൾ ഇൻ സെഡ് ഓഫ് എക്സ് ആണെന്ന് കിട്ടി. ഇനി തിയറം 39 പറയുന്ന സെഡ് ഓഫ് എക്സിൽ ഒരു പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണെങ്കിൽ അത് ക്യൂ ഓഫ് എക്സിലും ഇറഡ്യൂസിബിൾ ആണ്. സോ എഫ് ഓഫ് എക്സിൻ ഈസ് ഇറഡ്യൂസിബിൾ ഇൻ ക്യൂ ഓഫ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഐസൻസ്റ്റീൻസ് ക്രൈറ്റീരിയം വെച്ചിട്ട് നമ്മളൊരു പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിൽ അല്ലെങ്കിൽ ക്യൂ ഓഫ് എക്സിൽ ഇറഡ്യൂസിബിൾ ആണ് അഥവാ ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ എന്ന് കാണിക്കുന്നത് ഐസൻസ്റ്റീൻസ് ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5 - 4x + 2. നമ്മുടെ ഐസൻസ്റ്റീൻസ് ക്രൈറ്റീരിയൻ പറയുന്നത് എന്താണ്, പി എല്ലാ കോഎഫിഷ്യനെയും ഡിവൈഡ് ചെയ്യും ഹയസ്റ്റ് കോഎഫിഷ്യൻ്റ് ഒഴിച്ച്. എൻ എക്സ് റൈസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യും. പിന്നെ p² കോൺസ്റ്റൻറ്റ് ടേമിനെ ഡിവൈഡ് ചെയ്യില്ല. ഓക്കെ, സോ അങ്ങനെ ആണെങ്കിൽ ഇവിടെ P2 ആയിട്ട് ചൂസ് ചെയ്താൽ ഇവിടെ A0 കോൺസ്റ്റൻറ്റ് ടേം 2 A1 എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -4 x²ൻ്റെയും x³ എക്സ് റൈസ് ടു 4ൻ്റെയും കോഎഫിഷ്യൻ്റ് 0 ഹയസ്റ്റ് കോഎഫിഷ്യൻ്റ് എക്സ് റൈസ് ടു 5 1. P2 ആയിട്ട് ചൂസ് ചെയ്താൽ എന്താണ്, P A0നെയും A1നെയും A2 A3 A4 എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യും. സോ P ഡിവൈഡ്സ് A for all I less than n. എന്നാൽ P A5 ഹയസ്റ്റ് കോഎഫിഷ്യനെ ഡിവൈഡ് ചെയ്യില്ല. P = 2 ഡസ് നോട്ട് ഡിവൈഡ് A5 = 1. ഇനി P² എടുത്തു കഴിഞ്ഞാൽ 4 ആണ്, അത് ഡസ് നോട്ട് ഡിവൈഡ് A0. 4 വെച്ച് ഒരിക്കലും 2നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് ഐസൻസ്റ്റീൻസ് ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യും. ദെർഫോർ ബൈ ഐസൻസ്റ്റീൻസ് ക്രൈറ്റീരിയൻ എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ എന്ന് കിട്ടും. ഞാൻ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഏതെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിക്കുക.